ഫുഡ് എടുത്തില്ല, ഫുഡ് എടുത്തിട്ട് വാ. അതാണ് ബ്രെഡ് വരുന്നു. പറഞ്ഞോ. നമ്മളില്ലേ അല്ല അത് സുനാപ്പി കണ്ണാപ്പി. ഈ സിൽവർ സിറ്റി എന്താന്ന് പറഞ്ഞു കൊടുത്തു. സിൽവർ സിറ്റി എന്ന് പറഞ്ഞ നമ്മള് വലിയ നഗരം. ഇത് വേറെ കോളേജിന്റെ വേറെ ഹോസ്റ്റൽ. അതൊന്നും വേണ്ടോ. ഹായ്, വെൽക്കം ടു ഫ്രഞ്ച് ഫ്രൈസ്. ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് സിൽവർ സിറ്റിയിലോട്ട് നടപ്പാണ്. എന്തിനാ നമ്മൾ സിൽവർ സിറ്റി പോകുന്നു? ആകാശിന്റെ കുറച്ച് ബ്രെഡ് വേസ്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്, കേടുവന്ന് എടുക്കുന്നുണ്ട്. അത് നമ്മള് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പ്രാവിനൊക്കെ ഇട്ടു. ഇവിടുത്തെ ആൾക്കാർ അങ്ങനെയാണ്, ഫുഡൊക്കെ വേസ്റ്റ് ആയി കഴിഞ്ഞാൽ അതൊക്കെ പ്രാവിന് അതേപോലെ അവിടെ അയ്യോ ഗൈസ്, നമ്മൾ ഇന്ന് പ്രാവിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി വേസ്റ്റ് ആയ ഫുഡ് എടുക്കാൻ റൂമിൽ നിന്ന് എടുക്കാൻ മറന്നു. അതാണ് പ്രശ്നം. ഫുഡ് എടുത്തില്ല, ഫുഡ് എടുത്തിട്ട് വാ. സംഭവം അപ്പൊ ഗൈസ് ആക്ച്വലി ഇല്ലേ, നമ്മള് ബ്രെഡ് എടുക്കാൻ മറന്നുപോയി. അപ്പൊ ഒരു ബ്രെഡ് നമ്മള് അടി വന്ന് നിങ്ങളോട് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ബ്രെഡിന്റെ കാര്യം ഓർമ്മ വന്നത്. ഗൈസ്, നമ്മൾ ശരിക്കും ഇപ്പൊ സംഭവിച്ചെന്താന്ന് വെച്ചാ ഇതുണ്ടോ, ഈ ബ്രെഡ് നമ്മള് എടുക്കാൻ മറന്നുപോയി. അതായത് ഈ സംഭവത്തിനാണ് നമ്മൾ ഇന്ന് തന്നെ പോണേ. കാരണം നമ്മൾ ഈ ബ്രെഡ് വേസ്റ്റ് ആയപ്പോഴത്തേക്കും ഇത് നമ്മുടെ ഇവിടെ പ്രാവിന് കൊടുക്കാനാണ് നമ്മൾ പോണേ. പക്ഷെ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും എന്ത് ചെയ്തു, ബ്രെഡ് എടുക്കാൻ മറന്നു. അതാണ് ബ്രെഡ് വരുന്നു. ഓക്കെ, സനമോൾ ഇൻട്രോ പറഞ്ഞോ. ഇൻട്രോ അല്ല, ഈ വീഡിയോയിലുള്ള ഒരു ഷോർട്ട് സ്റ്റോറി പറഞ്ഞോ. നമ്മളില്ലേ അല്ല അത് അയ്യോ, ഇതിനെ ആക്കാൻ വേണ്ടിട്ട് എപ്പോഴും എപ്പോഴും ഇവരിങ്ങനെ ആക്കിക്കൊണ്ടേയിരിക്കും. അവിടെ ഒരു എന്താ പറയാ അല്ല നമ്മളെ ഗ്രൂപ്പിലെ ഷട്ടിൽ കോർക്കാണ് സാന. കാരണം ആർക്ക് വേണേലും ഇട്ട് തട്ടാം, അതുകൊണ്ട് കുഴപ്പമില്ല. ഒന്നും പറയില്ല, പാവാണ് ഞാൻ അതുകൊണ്ട്. അയ്യോ, സനമോളെ നമ്മൾ കളിയാക്കുന്ന എങ്ങനെയാണ്? സനമോൾ പൊള്ളി. ഇതുപോലെ പറയും സനമോൾ പൊള്ളി. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവന്റെ വിചാരം. പക്ഷെ നമ്മൾ സനമോളെ കളിയാക്കുന്നുണ്ട്. കണ്ട, ഇത് ഇവന്റെ മാത്രം. സനമോൾ പൊള്ളി. സുനാപ്പി കണ്ണാപ്പി. ഇത് വേറെ ഹോസ്റ്റലാ. ഇത് വേറെ കോളേജിന്റെ വേറെ ഹോസ്റ്റൽ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? നമ്മളിന്ന് ബ്ലാക്ക് ഇട്ടവരെ കണ്ടോ? നിങ്ങൾ നോക്ക്, എല്ലാരും എത്ര പേര് ബ്ലാക്ക് ഇട്ടേക്കുന്നു നോക്ക്. മേക്ക് ബ്ലാക്ക് അല്ല, ഓട് വൺ ഔട്ട്. അല്ല, ഞാൻ ബ്ലൂ അല്ല, ഞാൻ ഡെനിമാണ്. ഡെനിം അതൊരു മരം ഉണങ്ങി കഴിഞ്ഞിട്ട്, മരമല്ല, മരത്തിന്റെ ഉള്ളിൽ കായ ഉണങ്ങി കഴിഞ്ഞിട്ട് അത് പൊട്ടും. എന്നിട്ട് ഈ കോട്ടൺ പോലത്തെ സാധനങ്ങൾ പാറി നടക്കും. ഇന്ന് മിസ് എന്താ നമ്മളോട് പറഞ്ഞില്ലേ, ലാറ്റിൻ മിസ്, അത് കത്തിച്ചല്ലേ ഇവിടുത്തെ കുട്ടികളൊക്കെ അതെടുത്ത് കത്തിക്കും. അപ്പൊ ഫ്ലെയിം വരാൻ കൂടുതൽ നല്ല ഫ്ലെയിം വരും. ഇത് അങ്ങനത്തെ സംഭവമാണ്. എന്താ പപ്പോയെ അങ്ങനെ എന്തോ പപ്പോയെ എന്ന് പറയും. ആണോ? നമ്മളെപ്പോഴും സിൽവർ സിറ്റി പോകുമ്പോ ഈ ഒരു വേ കൂടെ നമ്മളെപ്പോഴും പോവാറ്. കാരണം ഡയറക്റ്റ് ആയിട്ട് ഈ സിൽവർ സിറ്റിന്റെ അവിടെ ഒരു ഇറക്കുണ്ട്, ഒരു വേ ഉണ്ട്. അത് ഡയറക്റ്റ് ആയിട്ട് ഈ റൂട്ടിൽ കൂടെ പോയാൽ സിൽവർ സിറ്റി എന്താന്ന് പറഞ്ഞു കൊടുത്തു. സിൽവർ സിറ്റി എന്ന് പറഞ്ഞ നമ്മള് വലിയ നഗരം. കാമഡി കളിയാക്കിട്ട് അങ്ങനെ പറയാം. അതല്ലേ റഷ്യയിൽ നമ്മൾ സിൽവർ സിറ്റിനെ സെറിബ്രനെ എന്ന് പറയും. നമ്മളെ യൂണിവേഴ്സിറ്റി അല്ല, ലൈബ്രറി. ലൈബ്രറി അല്ല, ഇത് വേറെ യൂണിവേഴ്സിറ്റി ലൈബ്രറി. അതൊന്നും വേണ്ടോ. ഗൈസ്, ഇതാണ് നമ്മുടെ ഇവിടത്തെ ഒരു റോഡല്ല, ഇവിടുത്തെ മെയിൻ ഹൈവേ ആണ്. ഇവനവിടെ മെയിൻ ഹൈവേ ആണിത്. ഈ ഹൈവേയുടെ അവിടെ ആ എൻട്രി കണ്ടോ, അവിടെ കാണുന്നതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി. അവിടെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി. നമ്മൾ കുറച്ച് നമുക്ക് നടക്കാടാ, വാടാ.
ഗൈസ് അപ്പോൾ ഇതോ അവിടെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി. കണ്ടോ ആ നേരെ കാണുന്ന ആ വലിയ ബിൽഡിംഗ്, അതാണ്. ഇവിടെ വണ്ടി ഇടിച്ച് പൊളിഞ്ഞ്. ഗൈസ് നമ്മുടെ ഇവിടെ ലെമണേഡ് ഉണ്ടോ? ലെമണേഡ് എന്താ പറയുക, നമ്മുടെ ഇവിടെ ഒരു ലെമണേഡ് സ്റ്റാർ ആണ്. സ്റ്റാർ ഇവിടെ റാപ്പിംഗ് ആണോ മറ്റേ DJ ആണോ? റഷ്യൻ റാപ്പ് മ്യൂസിക് ആണ്. പക്ഷെ നമുക്കൊരു തേങ്ങ തോന്നുന്നില്ല അത് കണ്ടിട്ട്. അത് കിട്ടിയില്ല. അപ്പം ഞാൻ കാണിച്ചില്ല, അത് നമ്മുടെ യൂണിവേഴ്സിറ്റി. അപ്പോൾ നമ്മള് ഇത് നമ്മുടെ ഇവിടുത്തെ മെയിൻ ഒരു ബാങ്ക്, അതായത് റഷ്യയിലെ മെയിൻ ഒരു ബാങ്കാണ് സ്പെർ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി നിങ്ങളെല്ലാവരും നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫും നമ്മുടെ കോളേജിന്റെ അകവും എല്ലാം കാണിക്കും. നമ്മൾ ഡെയിലി വ്ലോഗ് അതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാങ്ക് ഉണ്ട്. ഇപ്പോ നമ്മുടെ നാട്ടില് കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ബാങ്ക്സ് ഒന്നും ഇല്ല. ഓഫീസ് ഉണ്ടാവും, ബ്രാഞ്ച് ഉണ്ടാവും, അങ്ങനെയാണ്. ബാങ്ക് കംപ്ലീറ്റ്ലി ഓൺലൈനാണ്. അതിന്റെ ബ്രാഞ്ച് നമ്മളിവിടെ ആരും കണ്ടിട്ടില്ല. നമുക്ക് ഓഫീസില്ല. നമുക്ക് കാർഡ് പോയാല് നമ്മള് ആപ്പില് റീഇഷ്യൂ ചെയ്യുക, ഒരു കാറിൽ വരും, നമ്മള് പാസ്പോർട്ട് മേടിച്ചെടുക്കുക. നത്തിങ് നമ്മള് ഒന്നും ഒരു ബ്രാഞ്ചിൽ പോയിട്ട് പരിപാടി ഒന്നും ഇല്ല. അങ്ങനെ ഒരു പരിപാടി നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. എല്ലാം നമ്മൾ തന്നെയാണ്. കിങ് ഓഫിലാണെങ്കിൽ നമ്മള് അക്കൗണ്ട് എടുക്കാൻ കാശ് എടുക്കേണ്ട കാര്യമില്ല. സ്പെർ ബാങ്കിൽ അതിന് 2000 രൂപ കൊടുക്കണം. അങ്ങനെ ഡിഫറെന്റ് സംഭവങ്ങളുണ്ട്. നാട്ടിലത്തെ പോലെ ഒരു യൂണിഫോം സിസ്റ്റം അല്ല ബാങ്കിങ്ങിലൊന്നും. അതെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്, ഇപ്പൊ ബാങ്ക് നിങ്ങൾ കണ്ടു. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്താലേ നമ്മൾ നിങ്ങൾക്ക് ഇതുപോലത്തെ കണ്ടന്റ് ഒക്കെ വരും, ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് വരും. പിന്നെ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യും, അങ്ങനെ അല്ലേ സിനിമ. അപ്പം സന പറഞ്ഞില്ലേ നേരത്തെ നമ്മുടെ സിൽവർ സിറ്റിയിലോട്ട് നടക്കുമ്പോൾ ഒരു ഇറക്കം ഉണ്ടെന്ന്. ആ ഇറക്കമാണിത്. ഇത് നല്ലൊരു മുതുക്ക ഇറക്കമുണ്ട്. ഇവിടുന്ന് നമ്മൾ നേരെ ഇറങ്ങി അങ്ങനെ അങ്ങ് ഇറങ്ങി. നല്ലൊരു ഇറക്കം ഇത്. ഇതിപ്പോ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു ചെറിയ ഫോറസ്റ്റ് പോലെയൊക്കെ തോന്നും, ഉള്ളിലൊക്കെ ഭയങ്കര ഇതാ. പക്ഷെ ആക്ച്വലി ഇവിടെ എന്താ പറയാ, വിന്റർ ഒക്കെ ആയി കഴിഞ്ഞാല് ഫുൾ മഞ്ഞായിരിക്കും, ഇവിടെ സ്നോ ആയിരിക്കും. അതെ, വിന്റർ ഇപ്പം നമ്മുടെ ഇവിടെ സ്പ്രിങ് സമ്മർ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് ഇത് ഇവിടെ ഇങ്ങനെ ഇലയൊക്കെ വന്നത്. പക്ഷെ നമ്മൾ വന്ന ടൈം എന്ന് പറയുന്നത് ഇവിടെ മറ്റേ ഓട്ടം വന്നത്, അതായത് ഫോൾ എന്ന് പറയും. അതായത് അപ്പൊ ഈ ഇലയെല്ലാം മഞ്ഞ കളറൊക്കെ ആയിട്ട് ഈ സംഭവം പോകും. അത് വിന്റർ തുടങ്ങുന്നതിന് ജസ്റ്റ് മുമ്പ് ഈ സംഭവം എല്ലാം ഇലയെല്ലാം പോയി കഴിയുമ്പോഴത്തേക്കും ഇത് ഫുള്ളൊരു കമ്പ് മാത്രം. ഇത് ഈ കാട് പോലെ നിൽക്കുന്ന സംഭവങ്ങൾ കമ്പ് പോലെ മാത്രം. എന്താണ് അപ്പൊ നീ പിടിച്ചോ. അപ്പോൾ ഇതിങ്ങനെ കമ്പ് മാത്രമായിട്ട് നിൽക്കും. പിന്നെ വിന്റർ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ഇവിടെ നിറച്ച് മഞ്ഞ് വന്നിട്ട് പിന്നെ ഇത് ഫുള്ളൊരു മഞ്ഞ് നിറയും ഇവിടെ. ഇതാണ് ഗൈസ് നമ്മുടെ സിൽവർ സിറ്റിയിലോട്ട് ക്രോസ് ചെയ്യുന്ന ബ്രിഡ്ജ്. അങ്ങനെ നമ്മൾ ആ മുതുക്കിറക്കം ഇറങ്ങി കഴിഞ്ഞു. ഇതാണ് ഇത് കാണിച്ചു കൊടുക്കണം. ഈ ഇറക്കമാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്നത് ഗൈസ്. അപ്പം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നു. ഇതാണ് ഇതാണ് ഗൈസ് നമ്മുടെ വെള്ളിനഗരത്തിലെ ഇതാണ് വെള്ളിനഗരം ബ്രിഡ്ജ്. അതായത് സിൽവർ സിറ്റിയിലോട്ട് നമ്മൾ ക്രോസ് ചെയ്യുന്ന ബ്രിഡ്ജാണിത്. പിന്നെ ഇത് ആ കാണുന്ന വലിയ മോളുണ്ടോ, അതാണ് സിൽവർ സിറ്റി. അങ്ങനെ അവിടെ ആയിരിക്കും നമ്മൾ മിക്കപ്പോഴും നമ്മുടെ ഷോപ്പിങ്ങും സംഭവമൊക്കെ ആയിരിക്കും. കാരണം നമ്മുടെ ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്താണ് ഗൈസ്. അപ്പോൾ ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഇവിടെ വരാം. ഡ്രസ്സ് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ അത്. പിന്നെ ഇത് കണ്ടോ ക്ലിക്ക്. ഇത് നമ്മുടെ ഇവിടെ സമ്മർ ആകുമ്പോഴത്തേക്ക് ഇവർ കൊണ്ടുവെക്കുന്നത്. ഇത് എങ്ങനെ ഒരു ആപ്പ് വെച്ച് നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇത് കൊടുക്കാൻ പോകുന്നത് വരും. അത് കൊണ്ടുവന്നപ്പോൾ തന്നെ അവർ വന്നങ്ങോട്ട് കണ്ടേ ഗൈസ്. ഇവരിപ്പോ താറാവിനിട്ട് കൊടുക്കും. താറാവിനിട്ട് കൊടുത്തു. അപ്പു കാണിച്ചേ. അതെ, ലവ് വെച്ച് ഫീഡ് ചെയ്യണം. അതെ, ലവ് വെച്ച് ഫീഡ് ചെയ്ത് കാണിച്ച ഒന്നൂടെ. ലവ് വെച്ച് ഫീഡ് ചെയ്ത് കാണിച്ചേ. അതെ കണ്ട ഗൈസ്, പട്ടിക്കെറിയുന്ന പോലെയാണ് ലവ് വെച്ച് എറിയുന്നത്. അതെ, താറാവിന് എന്താ ശത്രുത ഉണ്ട്. സനമോൾ പ്രാവിന് ഫുഡ് ഇട്ട്. സനമോൾ ഗൈസ് കണ്ടത് ഇവിടത്തെ പ്രാവിനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല, ഒട്ടും പേടിയില്ലാത്തൊരു പ്രാവ്. നമ്മളിപ്പോൾ ഇവിടെ വന്ന് നിന്നെന്ന് വെച്ചോ,
പോവില്ല, അവിടെ തന്നെ നിൽക്കും. നമ്മുടെ നാട്ടിലെ പ്രാവാണെങ്കിൽ ഇതൊക്കെ പറന്നങ്ങ് അപ്പുറത്തെ ജില്ലയിലെത്തും. പിന്നെ ഇവിടെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുന്ന കണ്ടപ്പോ തന്നെ അതെ ഒരു കൂട്ട ഇവിടെ എത്തി കണ്ടോ, കാണിച്ചരാ. ഇങ്ങനെ കണ്ടോ. നമ്മളപ്പോ ഇന്ന് നമ്മുടെ എക്സാംസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് 2 എക്സാമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ലീവാണ്. അത് ബേസിക്കലി നമുക്ക് തീർന്നെന്ന് പറയാം അങ്ങനെ. അപ്പോഴത്തേക്കും നമ്മള് ഒരു ചിൽ വൈബ്, ഹോളിഡേ വൈബ് ഇപ്പോഴേ എത്തി. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ജസ്റ്റ് ഇങ്ങനെ വ്ളോഗ് എടുക്കാം, പ്രാവിന് ഫുഡ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയതാ. എന്താണോ താറാവ് വരുന്നില്ലേ? ഇല്ല, പറന്ന് ഇങ്ങോട്ട് വരെ വരും. ഇങ്ങോട്ടന്നെ വരെ വരും. ബ്രെഡ് ഇഞ്ഞു റോഹ ബ്രെഡ് ആയിട്ട് ആക്ച്വലി താറാവും ഇല്ല, അത് കഴിക്കില്ല. വെള്ളത്തിട്ട് അടിക്ക് പോവും. ഇവിടുത്തെ കുട്ടികളെ ഭയങ്കര കുടുംബന്മാരാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. റോഹനും മേഘ അവിടെ നിന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രാവിനൊക്കെ തീറ്റി കൊടുത്തു. നമ്മുടെ വേസ്റ്റായി വന്ന ഫുഡൊന്നും നമ്മൾ വേസ്റ്റ് ചെയ്തില്ല. ചീത്തയാവുന്ന ഫുഡൊന്നും താറാവിന് കൊടുത്തു, പ്രാവിന് കൊടുത്തു, അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസം അങ്ങനെ ഇവിടെ തീരുവാണ്. അപ്പോൾ ബൈ ബൈ.